ശ്രീകാന്തും ഹാഷ്മിയും ഷഫീദും തുടരുന്നുണ്ട്. ഹാഷ്മി, ഇത് ഡിഫൻസ് PRO ആണ് പറഞ്ഞത്. അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച വിവരങ്ങളാണ് പങ്കുവച്ചത്. അവിടുത്തെ കുത്തൊഴുക്കാണ് ആകെയുള്ള പ്രശ്നം, ബാക്കിയൊക്കെ ഓക്കെയാണ്. അവരവിടെ എത്തിയിട്ടുണ്ട്, ഇതിനോടകം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നദി നമുക്ക് ഒരു തടസ്സമായി നിൽക്കുന്നത് നദിയിലെ കുത്തൊഴുക്കാണ്. ഈ മഴ കുറഞ്ഞു നിൽക്കുന്നത് ഒരു ആശ്വാസം തന്നെയാണ് ഇപ്പോഴല്ലേ? ഉറപ്പായും ആശ്വാസം തന്നെയാണ് വിജയകുമാർ. കാര്യം മഴ എത്ര കുറയുന്നു അത്രയും കുത്തൊഴുക്ക് കുറയും. അവിടെ ഡിഫൻസ് PRO പറയുന്നതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിജയകുമാർ, അദ്ദേഹം പറയുകയായിരുന്നു, അതിൽപ്പിള്ള പറയുകയായിരുന്നു, ഈ കറണ്ടിന്റെ റേറ്റ് 2 to 3 knots ആയാൽ 2 മുതൽ 3 വരെ നോട്ട്സ് ആയാൽ ഞങ്ങൾ ഡൈവ് ചെയ്യാൻ കഴിയുമെന്ന് പറയുകയായിരുന്നു ഡിഫൻസ് PRO. ഓർക്കണം വിജയകുമാർ, ഇന്നലെ കാർവാർ SP പറഞ്ഞത് 20 നോട്ടാണെന്ന് പറഞ്ഞു. ഈ 2 മുതൽ 3 വരെ നോട്ടിന് വേണ്ടി നമ്മുടെ നാവികസേനാംഗങ്ങൾ കാത്തിരിക്കുമ്പോൾ അവിടെ നിലവിൽ ഗംഗാവലി പുഴയിലെ കറണ്ടിന്റെ അവസ്ഥ 20 നോട്ടിക്കൽ മേലാണെന്ന് പറയുകയായിരുന്നു കാർവാർ SP. ഓർത്തു നോക്കണം, ആ അന്തരം അതിഭീകരമായ അന്തരമാണത്. എന്ന് പറഞ്ഞാൽ 2 to 3 നോട്ട് എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം വലിയ ഒഴുക്കാണ്. നമ്മുടെ നദികളിലൊക്കെ കാണുന്ന അത്യാവശ്യം വലിയ ഒഴുക്ക് തന്നെയാണ് വിജയകുമാർ. ഗംഗാവലി പുഴയിൽ അതിന്റെ ഇരട്ടിക്ക് മുകളിലോ ഒക്കെ വലിയ ഒഴുക്കാണ്. ഓർത്തു നോക്കണം, അപ്പോൾ ഈ 2 to 3 നിന്നും 20 നോട്ടിക്കൽ മൈലിലേക്കുള്ള ഈ ഒഴുക്കിന്റെ ആ തീവ്രത ഓർത്തു നോക്കണം. അത്രത്തോളം നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അചിന്ത്യമായ, ഒരുപക്ഷെ കടലിലൊക്കെ കാണുന്നതിന് സമാനമായ, ഈ കടലിന്റെ വേലിയേറ്റം, തിരയടിക്കലില്ലേ എന്നൊക്കെ കാണുന്നതിന് സമാനമായ ശക്തിയിലുള്ള വലിയ ഒഴുക്ക് ഗംഗാവലി പുഴയ്ക്കടിയിലുണ്ട്. അത് മാറണമെങ്കിൽ അതിലേക്ക് ഒഴുകി വരുന്ന വെള്ളത്തിന് ഇൻഫ്ലക്സ് കുറച്ച് കുറയണം, എന്നാൽ മാത്രമേ അത് കുറയുകയുള്ളൂ. ആ ഇൻഫ്ലക്സ് കുറയണമെങ്കിൽ മലയോര മേഖലകളിലെ മഴ ഏതാണ്ട് പൂർണ്ണമായി നിൽക്കണം. ഏതാണ്ട് പൂർണ്ണമായി നിൽക്കുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് എന്തായാലും പറയാൻ കഴിയുകയില്ല. ഇന്നലെ രാത്രിയും പെയ്തു. ഇന്നലെ രാത്രി ഒരുപക്ഷെ മിനിഞ്ഞാന്ന് പോലെ രാത്രി വെളുക്കനെ അങ്ങനെ നിന്ന് പെയ്തില്ലെങ്കിൽ കൂടിയും ഇന്നലെ രാത്രി പെരുമഴകൾ ഈ മലയോര മേഖലകൾ പെയ്തു എന്ന് അവിടുത്തെ പ്രാദേശിക മാധ്യമപ്രവർത്തകരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്. അങ്ങനെ വെള്ളം ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും ഗംഗാവലി പുഴയുടെ ഇപ്പോൾ രാവിലത്തെ നദിയുടെ ജലനിരപ്പിനെ കുറിച്ച് നമുക്ക് അല്പസമയത്തിനകം ഒരു സൂചന കിട്ടും. നമ്മളൊരു പ്രാദേശിക മാധ്യമപ്രവർത്തകരോട് അതിന്റെ വിവരങ്ങൾ ആരായുന്നുണ്ട്. അവർക്കാണ് ഒരുപക്ഷെ അറിയാൻ ഏറ്റവും എളുപ്പം. അതിന്റെ തീരങ്ങളിൽ കഴിയുന്ന ആൾക്കാർ തന്നെയാണ് ഇവരൊക്കെയും. അപ്പോൾ വിജയകുമാർ, ഇന്നലെ എന്തായാലും നദിയിലെ നിരപ്പ് ഉയരുകയായിരുന്നു, അവിടുത്തെ ഒഴുക്ക് കൂടുകയായിരുന്നു. ഇന്നിപ്പോൾ ഒഴുക്കിന് ഒരു അല്പമെങ്കിലും ശമനമുണ്ടോ എന്ന് നോക്കണം. എന്ന് പറയുമ്പോൾ പോലും 2 to 3 നോട്ട്സ് ആണ് നാവികസേനയുടെ ഐഡിയൽ. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അതിലേക്ക് പോയാൽ, എന്ന് പറഞ്ഞാൽ ട്രെയിൻഡായ ഒരു മനുഷ്യൻ അതിലേക്ക് പോയാൽ അവരുടെ ജീവന് ഭീഷണിയില്ലാത്ത ഈ പറയുന്ന ആ മാർക്കാണ് 2 to 3 നോട്ട്സ് പറയുന്നത്. നിലവിൽ കാർവാർ SPയുടെ ഇന്നലെ പറഞ്ഞ 20 അവിടുത്തെ കണക്ക്. അപ്പോൾ അത്രത്തോളം അതിഭീമമായ ഒഴുക്കാണ്. ആ ഒഴുക്കിലേക്ക് ഇറങ്ങാൻ നമുക്ക് സർവൈവ് ചെയ്യാൻ കഴിയില്ല. ആ ഒഴുക്കിലേക്ക് ഒരു തരത്തിലും അങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിയില്ല. പിന്നെ ഈ പുഴയ്ക്കടിയിലെ വിസിബിലിറ്റി, അത് നമ്മൾ നേരത്തെ തന്നെ പറയുന്നുണ്ട്, വിസിബിലിറ്റി അതിഭീകരമായി കലങ്ങി ഒഴുകുന്ന അത്രത്തോളം മണ്ണ്, നമ്മൾ ആ കാണുന്ന മൺകൂന കണക്കെ, അല്ലെങ്കിൽ ആ കാണുന്ന ആ മുകൾ പരപ്പിൽ കാണുന്ന ഈ ചെറിയ തിട്ടകൾ കണക്കെ ഈ പുഴയ്ക്കടിയിൽ നിറയെ മണ്ണിന്റെ ലക്ഷക്കണക്കിന് ടൺ അടിഞ്ഞുകൂടിയിരിക്കുകയാണ് അതിനിടയിൽ. അപ്പോൾ അത്രത്തോളം വിസിബിലിറ്റി കുറവാണ്. പക്ഷേ മിനിഞ്ഞാന്ന് ഒരു രാവിലെ ഇന്നലെ രാവിലെയോ മിനിഞ്ഞാന്ന് വൈകുന്നേരമായപ്പോഴേക്കും ഈ നദി കുറച്ചൊന്ന് തെളിഞ്ഞൊഴുകുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അതെന്ന് അറിയില്ല. ഇനിയിപ്പം ഈ ഒഴുക്കിൽ മണ്ണടിച്ച് കടലിലേക്ക്, ഇത് ഗോകർണത്ത് കടലിനോട് ചേരുന്നതാണ്, മണ്ണടിച്ച് കടലിലേക്ക് പോകുന്നതിന്റെ ഭാഗമായാണോ ആ തെളിഞ്ഞതെന്ന് ആലോചിച്ചു. പക്ഷേ ഇന്നലെ വീണ്ടും പോയി നോക്കുമ്പോഴേക്കും വീണ്ടും അത്തരത്തിൽ കലങ്ങി മറിയുന്നുണ്ട്. വിജയകുമാർ, ഈ പറയുന്ന മലയോര മേഖലകളിലൊക്കെ പിന്നെയും ഞാൻ മനസ്സിലാക്കുന്നത് മണ്ണിടിഞ്ഞ് മണ്ണ് വീണ്ടും ഈ ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ടാവണം വീണ്ടും അതിന്റെ നിറം അങ്ങനെ കലങ്ങി മറിയുന്നത്. വിസിബിലിറ്റി ഏതാണ്ട് 0. ആദ്യ ദിവസങ്ങളിലൊക്കെ ഏതാണ്ട് വട്ടപൂജ്യമാണെന്ന് പറഞ്ഞാൽ താഴേക്ക് പോയാൽ മുന്നിൽ കറുത്ത ഇരുട്ട് മാത്രം, അല്ലെങ്കിൽ ഒരു കടുംചുവപ്പ് മാത്രം എന്ന അവസ്ഥയായിരുന്നു. അതിൽ നിന്നൊരു നേരിയ രീതിയിൽ വ്യത്യാസമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഈ റിസ്ക് അനാലിസിസ് എന്ന് പറയുന്ന ഈ സംഗതി, അതും PRO അതിൽപ്പുള്ള അദ്ദേഹം തുടക്കത്തിൽ വിജയകുമാരോട് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, ആ വാക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ കൂടിയും. അത്തരത്തിൽ എന്താണ് നിലവിൽ ഈ പുഴയുടെ ആഴത്തിലെ പ്രശ്നം എന്ന് പരിശോധിക്കുകയാണ്. അതിലേറ്റവും പ്രധാനം ഒഴുക്ക് തന്നെയാണ്. ഇതുപോലെയുള്ള വലിയ വണ്ടികൾ അങ്ങോട്ടേക്ക് പോകുന്നു. ഇതൊരു ഡിവൈഡർ കൊണ്ടുപോയ ഒരു വണ്ടിയായിരുന്നു. ഇത് ആ റോഡിലെ ഗതാഗതം സുഗമമാക്കാൻ ആ മല ഇടിഞ്ഞു വരുന്ന ഭാഗത്ത് ഇങ്ങനെ അടുക്കി ഇപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാൻ, അതുകൊണ്ടാണ് പ്രഷർ കാണിക്കാൻ കഴിയാത്തത്. ഈ ഡിവൈഡർ ഇങ്ങനെ അടുക്കി വെച്ച് ഇനി കൂടുതൽ മണ്ണിടിഞ്ഞു വീണാൽ പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ വെക്കാനുള്ള ഡിവൈഡർ കൊണ്ടുപോയ വലിയ വണ്ടിയാണ്. ഇന്നലെ മുതൽ ഇങ്ങനെ കുറേ അധികം വണ്ടികൾ പോകുന്നുണ്ട് വിജയകുമാർ. എന്തായാലും ഒഴുക്ക് അല്പസമയത്തിനകം ഏതെങ്കിലും തരത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.